വത്തിക്കാനിൽ നിന്ന് വീണ്ടും പ്രത്യാശ പകരുന്ന അറിയിപ്പ്. പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യനിലയിൽ ക്രമേണയുള്ള പുരോഗതി ഉണ്ടാകുന്നതായി വത്തിക്കാൻ വാർത്താ കാര്യാലയം അറിയിച്ചു. പാപ്പായ്ക്ക് ശ്വാസതടസ്സമില്ല. കഴിഞ്ഞ രാത്രിയിലും ഫ്രാൻസിസ് പാപ്പ നന്നായി ഉറങ്ങി വിശ്രമിച്ചുവെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ പാപ്പായുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനകളിൽ പാപ്പായ്ക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ച വൃക്ക സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു. ഫെബ്രുവരി 25 ചൊവ്വാഴ്ച പാപ്പായുടെ നെഞ്ചിൽ നടത്തിയ CT സ്കാൻ പരിശോധനയിൽ ശ്വാസകോശ വീക്കത്തിൽ മാറ്റമുണ്ടായതായി കണ്ടെത്തി. ബുധനാഴ്ച നടത്തിയ രക്തപരിശോധനാ ഫലത്തിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ പുരോഗതി കണ്ടെത്താനായി. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പാപ്പായ്ക്ക് അനുഭവപ്പെട്ട ശ്വാസതടസ്സം ബുധനാഴ്ച അനുഭവപ്പെട്ടില്ല. എന്നാൽ പാപ്പായ്ക്ക് ഓക്സിജൻ നൽകുന്നതും ശ്വസന സംബന്ധിയായ ഫിസിയോതെറാപ്പി നൽകുന്നതും തുടരുന്നുണ്ടെന്നും ആശുപത്രി വൃത്തങ്ങളെ അധികരിച്ച് വത്തിക്കാൻ വ്യക്തമാക്കി. പാപ്പായുടെ ആരോഗ്യസ്ഥിതിയിൽ ചെറിയ പുരോഗതിയുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ സംബന്ധിച്ച കൂടുതൽ അനുമാനങ്ങൾ പ്രസ് ഓഫീസ് പുറത്തുവിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ബുധനാഴ്ചയും പാപ്പ വിശുദ്ധ കുർബാന സ്വീകരിച്ചുവെന്നും ഉച്ചതിരിഞ്ഞ് പരിശുദ്ധ പിതാവ് ജോലികളിൽ മുഴുകിയെന്നും പത്രക്കുറിപ്പ് വ്യക്തമാക്കി. ഫെബ്രുവരി 14 വെള്ളിയാഴ്ച ഉപശ്വാസനാള വീക്കം മൂലം റോമിലെ ജമലി പോളിക്ലിനിക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പാപ്പായ്ക്ക് വേണ്ടി 24 തിങ്കളാഴ്ച മുതൽ വൈകുന്നേരങ്ങളിൽ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ ജപമാല പ്രാർത്ഥന നടക്കുന്നുണ്ട്. 26 ബുധനാഴ്ച വൈകുന്നേരം നടന്ന ജപമാല പ്രാർത്ഥനയ്ക്ക് കർദിനാൾ തിരുസംഘത്തിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബത്തിസ്തേറെ നേതൃത്വം നൽകി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാനാജാതി മതസ്ഥർ പാപ്പായ്ക്ക് തങ്ങളുടെ പ്രാർത്ഥനാ സാമീപ്യം അറിയിക്കുന്നുണ്ട്.